പാകിസ്ഥാനിലെ ദ്രുതഗതിയിലുള്ള ജനസംഖ്യാ വർധനവ് നിയന്ത്രിക്കാനുള്ള നിർണായക ദൌത്യവുമായി സൈനിക മേധാവി ഫീൽഡ് മാർഷൽ അസീം മുനീർ രംഗത്ത്. രാജ്യം നേരിടുന്ന കടുത്ത ജനസംഖ്യാ പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫ് രൂപീകരിച്ച ഉന്നതതല സമിതിയിലാണ് ആർമി ചീഫിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രതിരോധം, നയതന്ത്രം, സാമ്പത്തിക കാര്യങ്ങൾ എന്നിവയ്ക്ക് പുറമെയാണ് ഇപ്പോൾ ജനസംഖ്യാ നിയന്ത്രണവും അസീം മുനീറിന്റെ ചുമതലകളിലേക്ക് എത്തിയിരിക്കുന്നത്. പാകിസ്ഥാൻ സെനറ്റ് സമിതികളുടെ സംയുക്ത യോഗത്തിൽ ഫെഡറൽ ആരോഗ്യമന്ത്രി സയ്യിദ് മുസ്തഫ കമാലാണ് ഈ വിവരം ഔദ്യോഗികമായി അറിയിച്ചത്. ജനസംഖ്യാ വർധനവ് തടയുന്നതിനുള്ള നയരൂപീകരണത്തിനായി ധനകാര്യം, ആസൂത്രണം, ആരോഗ്യം എന്നീ വകുപ്പുകളിലെ മുതിർന്ന മന്ത്രിമാർക്കൊപ്പം അസീം മുനീറും ഈ സമിതിയിൽ പ്രവർത്തിക്കും. വിഷയം പാക് സർക്കാർ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നതെന്നും എല്ലാ തലങ്ങളിലും പ്രധാനപ്പെട്ട നയപരമായ തീരുമാനങ്ങൾ എടുത്തുവരികയാണെന്നും മന്ത്രി വ്യക്തമാക്കി. നിലവിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള അഞ്ചാമത്തെ രാജ്യമാണ് പാകിസ്ഥാൻ. പ്രതിവർഷം 2.55% എന്ന നിരക്കിലാണ് രാജ്യത്തെ ജനസംഖ്യാ വളർച്ച. ഇതേ അവസ്ഥ തുടർന്നാൽ 2030 പാകിസ്ഥാൻ ഇന്തോനേഷ്യയെ മറികടന്ന് ജനസംഖ്യയിൽ ലോകത്തിലെ 4ാമത്തെ വലിയ രാജ്യമായി മാറുമെന്നാണ് വിദഗ്ധരുടെ മുന്നറിയിപ്പ്. കടക്കെണിയിലായ പാകിസ്ഥാന്റെ സാമ്പത്തിക സ്ഥിതിയെയും വിഭവശേഷിയെയും ഇത് ദോഷകരമായി ബാധിക്കും. പ്രതിവർഷം ഏകദേശം 67 ലക്ഷം കുട്ടികളാണ് പാകിസ്ഥാനിൽ ജനിക്കുന്നത്. ജനസംഖ്യ വർധനവ് പ്രോത്സാഹിപ്പിക്കുന്ന നിലവിലെ ഫണ്ട് വിതരണ രീതിയിൽ മാറ്റം വരുത്താനും സർക്കാർ ആലോചിക്കുന്നുണ്ട്. പ്രവിശ്യകൾക്ക് ഫണ്ട് അനുവദിക്കുന്ന നാഷണൽ ഫിനാൻസ് കമ്മീഷൻ ഫോർമുല പ്രകാരം 82% വിഭവങ്ങളും ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലാണ് വിതരണം ചെയ്യുന്നത്. ജനസംഖ്യ കുറയ്ക്കുന്ന പ്രവിശ്യകൾക്ക് ഫണ്ട് കുറയുന്ന സാഹചര്യം ഒഴിവാക്കാൻ ഇത് 50% കുറയ്ക്കണമെന്ന് ആരോഗ്യമന്ത്രി നിർദ്ദേശിച്ചു. ഇതിനു പുറമെ കുടുംബാസൂത്രണ ഉപാധികൾക്ക് നികുതി ഇളവ് നൽകാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ബലൂചിസ്ഥാനിലെയും അഫ്ഗാൻ അതിർത്തിയിലെയും സുരക്ഷാ പ്രശ്നങ്ങളും സാമ്പത്തിക പ്രതിസന്ധിയും രാജ്യം നേരിടുന്നതിനിടയിൽ ജനസംഖ്യാ നിയന്ത്രണം കൂടി ആർമി ചീഫിനെ ഏൽപ്പിച്ചതിനെതിരെ സോഷ്യൽ മീഡിയയിൽ പരിഹാസങ്ങളും ഉയരുന്നുണ്ട്. അതേസമയം രാജ്യത്തെ പ്രധാന നയരൂപീകരണങ്ങളിലെല്ലാം സൈന്യത്തിനുള്ള നിർണായക സ്വാധീനം വ്യക്തമാക്കുന്നതാണ് പുതിയ നീക്കം. അതേസമയം ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം പരിഹരിച്ചത് താനാണെന്ന അവകാശവാദം ആവർത്തിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കഴിഞ്ഞ വർഷം മെയ്യിലുണ്ടായ 4 ദിവസത്തെ സംഘർഷത്തിനിടെ 11 യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടതായും ട്രംപ് വെളിപ്പെടുത്തി. വെടിവെച്ചിട്ടെന്ന് അവകാശപ്പെടുന്ന 11 വിമാനങ്ങളിൽ ഇരു രാജ്യങ്ങൾക്കും എത്ര വീതം വിമാനങ്ങൾ നഷ്ടമായെന്നോ അതോ ആകെ തകർന്ന വിമാനങ്ങളുടെ എണ്ണമാണോ ഇതെന്നോ അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല. ഇന്ത്യ പാക് സംഘർഷം ഉൾപ്പെടെ 8 യുദ്ധങ്ങൾ അവസാനിപ്പിച്ച തനിക്കാണ് മറ്റാരേക്കാളും മുൻപ് സമാധാനത്തിലുള്ള നോബൽ സമ്മാനം ലഭിക്കേണ്ടിയിരുന്നതെന്നും ട്രംപ് അവകാശപ്പെട്ടു. ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിച്ചതിലൂടെ 3 മുതൽ 5 കോടി വരെ ആളുകളുടെ ജീവനാണ് താൻ രക്ഷിച്ചതെന്ന് പാക് പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫ് തന്നോട് പറഞ്ഞതായി ട്രംപ് വെളിപ്പെടുത്തി. ചിലപ്പോൾ അതിലും എത്രയോ കൂടുതൽ ആളുകളുടെ ജീവനായിരിക്കാം രക്ഷപ്പെട്ടതെന്നും ട്രംപ് പറഞ്ഞു. അതേസമയം സംഘർഷത്തിൽ 3ാം കക്ഷിയുടെ ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്ന് ഇന്ത്യ ആവർത്തിച്ചു. ഓപ്പറേഷൻ സിന്ദൂർ സൈനിക നീക്കത്തിലൂടെ പാകിസ്ഥാന്റെ F-16 വിമാനങ്ങൾ ഉൾപ്പെടെ 1 ഡസനോളം സൈനിക വിമാനങ്ങൾ തകർക്കുകയോ കേടുപാടുകൾ വരുത്തുകയോ ചെയ്തിട്ടുണ്ടെന്നാണ് ഇന്ത്യ വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.